മുരിക്കൻതൊട്ടി സെന്റ് മരിയ ഗോരേത്തി യു.പി. സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനും തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യ ആലോചനാ യോഗം നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആദ്യ യോഗം സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് കോയിക്കൽ ഉദ്ഘാടനം ചെയ്തു. മുരിക്കൻതൊട്ടി സെന്റ് മരിയ ഗോരേത്തി യു.പി. സ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെയും ഭാഗമായി ആദ്യ ആലോചനാ യോഗം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. 50 വർഷത്തെ അഭിമാനകരമായ വിദ്യാഭ്യാസ സേവനത്തിന്റെ സ്മരണയായി സംഘടിപ്പിക്കുന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് വിപുലമായ ഒരുക്കങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്കൂൾ മാനേജറും ഇടവക വികാരിയുമായ ഫാദർ ജോസഫ് കോയിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്കുള്ള മൂല്യ കൈമാറ്റമാണെന്നും ആ ദൗത്യം കൃത്യമായി നിർവഹിച്ച സ്ഥാപനമാണ് സെന്റ് മരിയ ഗോരേത്തി യു.പി. സ്കൂൾ എന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരുടെയും പഠനങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 5-8 വർഷമായിട്ട് എല്ലാ വർഷവും ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. ഞങ്ങൾ അന്ന് മാങ്ങളത്ത് 10ാം ക്ലാസ് പാസ്സായത് 113 വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ബാച്ചിൽ പാസ്സായത്. അതിൽ ഏകദേശം ഒരു 60-70ഓളം ആളുകൾ ഇപ്പോഴും എല്ലാ വർഷവും ഞങ്ങൾ ഒരുമിച്ച് കൂടും. ഞങ്ങളെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷമുള്ള ദിവസമായിരിക്കും ആ ദിവസം. ഒത്തിരി ദൂരതയൊക്കെയാണ് പലരും, പക്ഷെ എല്ലാവരും അവധിയൊക്കെ നോക്കി വരികയും സന്തോഷത്തോടെ ആ ദിവസം പങ്കിടുകയും യാത്ര ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം പങ്കുവയ്ക്കുന്ന, ഓർമ്മകൾ പുതുക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂള് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം എന്ന് പറയാൻ നമുക്കറിയാം, നമ്മുടെ സ്കൂൾ കാലഘട്ടമാണ്. സുവർണ ജൂബിലി ആഘോഷങ്ങൾ സുസ്ഥിരവും ക്രമബദ്ധവുമായി നടത്തുന്നതിനായി 9ഓളം കമ്മിറ്റികൾ യോഗത്തിൽ രൂപീകരിച്ചു. ആഘോഷങ്ങളുടെ സമഗ്ര ഏകോപനത്തിനായി മുൻ അധ്യാപകനായ ജോസ് അലനോലിക്കലിനെ ജൂബിലി കൺവീനറായി തിരഞ്ഞെടുത്തു. വിവിധ കമ്മിറ്റികൾക്ക് വ്യക്തമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും പരിപാടികളുടെ തീയതികളും രൂപരേഖയും അന്തിമമാക്കുകയും ചെയ്തു. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 8-ാം തീയതി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുവാനും ഫെബ്രുവരി 10-ാം തീയതി വാർഷിക ആഘോഷവും യാത്രയയപ്പ് നടത്തുവാനും യോഗത്തിൽ തീരുമാനിച്ചു. ദീർഘകാലമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ ഒരുമിപ്പിക്കുന്ന സംഗമം ശ്രദ്ധേയമായ പരിപാടികളോടെ നടത്താനാണ് തീരുമാനം. 1976-ൽ കോതമംഗലം രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ വിശുദ്ധ മരിയ ഗോരേത്തിയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ വിദ്യാലയം ഗ്രാമീണ മേഖലയിൽ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം പരത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകി അവരെ മികച്ച പൗരന്മാരാക്കുന്നതിൽ ഈ സ്കൂൾ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ സമൂഹത്തിന്റെ എല്ലാ പിന്തുണയോടെയും ചരിത്രപ്രധാനമായ ഈ ആഘോഷം വിജയകരമാക്കാനുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ കുടുംബം. ആലോചന യോഗത്തിൽ അധ്യാപകർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, പൊതുപ്രവർത്തകർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.